ഹായ് എവരിവൺ, വെൽക്കം ടു ബിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചാട്ടോ. ഇന്നത്തെ സെന്റൻസുകൾ മുഴുവനും പാസ്റ്റിലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഗ്രാമർ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടാളുകൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്. തൊട്ടപ്പുറത്തുള്ള ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ചോദിക്കുകയാണ്, നീ അവിടെ എന്തെടുക്കുമായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ ചോദിക്കത്തില്ല. നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എങ്ങനെ ചോദിക്കുക? ചെയ്യുകയായിരുന്നു, ഇപ്പൊ ആള് ചെയ്യുന്നില്ല അല്ലെ, അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞുപോയ കാര്യമാണ്, പാസ്റ്റ് ആണത്. അപ്പൊ നമ്മൾ ഗ്രാമർ ഒന്നും മനസ്സിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ സംസാര രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ച കുറെ വാക്കുകളൊക്കെ ഉണ്ട് അല്ലെ, അർത്ഥങ്ങളൊക്കെ നമുക്കറിയാം. കുട്ടി കുട്ടി കാര്യങ്ങള്, അതിനാണ് ഈ ഗ്രാമർ എന്ന് പറയണത് അല്ലെ. സേയും മേയും പെറും ഥാ തേ ഇങ്ങനത്തെയൊക്കെയുള്ള യൂസസ് ഒക്കെ എവിടെയാണ് വരുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെന്റൻസുകളൊക്കെ അങ്ങോട്ട് മാറ്റാൻ വളരെ എളുപ്പമാണ് അല്ലെ. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചോദിച്ചേ, നീ അവിടെ എന്തെടുക്കുമായിരുന്നു? എങ്ങനെ ചോദിക്കണേ? തും വഹാം ക്യാ കർ രഹേ थे, തും വഹാം ക്യാ കർ രഹേ थे. അവിടെ തായുടെ യൂസ് വന്നത് അല്ലെങ്കിൽ തേയുടെ യൂസ് വന്നത് എന്തുകൊണ്ടാ? ആയിരുന്നു അല്ലെ, ഇപ്പൊ അല്ല. ഇപ്പൊ അവിടെ എന്താ ചെയ്യണെന്ന് എങ്ങനെ ചോദിക്കുക? തും വഹാം ക്യാ കർ രേ, നീ അവിടെ എന്ത് ചെയ്യാ? തും വഹാം ക്യാ കർ രേ, ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? തും വഹാം ക്യാ കർ രഹേ थे. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. ഇതാണ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, നീ ഉറങ്ങുകയായിരുന്നോ? ഉറങ്ങുകയായിരുന്നോ എങ്ങനെ ചോദിക്കുക? ക്യാ തും സോ രഹേ थे, നീ ഉറങ്ങുകയായിരുന്നോ എന്നാണ്. അപ്പൊ ആള് പറയാ, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഹാ മേ സോ രഹാ താ അല്ലെങ്കിൽ സോ രാ താ. രഹ എന്നൊന്നും നമ്മൾ സംസാരിക്കുമ്പോ കേൾക്കത്തില്ലല്ലോ അല്ലെ. മേ സോ രാ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നായി. ഓക്കെ, ഇനി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്ത് വന്നു? താ വന്നു. പലരും എന്നോട് ഡൗട്ട് ചോദിച്ചുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. പാസ്റ്റിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന്. അപ്പൊ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ എടുത്തു വന്നിട്ടുള്ളതാണ്. എന്നാലും എനിക്കറിയാം ഒരു ക്ലാസ് കണ്ടുകൊണ്ട് ഒന്നും നമുക്കിത് മനസ്സിൽ ക്ലിയർ ആയിട്ട് ഇരിക്കില്ല അല്ലെ. നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്കത് ഡീപ്പായിട്ട് മനസ്സിലാവുന്നത്. എനിക്കറിയാം, അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇതുപോലത്തെ ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ് ആളോട്, എന്താ അവിടെ ഇന്നലെ സംഭവിച്ചേ? ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നോർമലി നമ്മൾ പറയില്ലേ, അവിടെ എന്താ സംഭവിച്ചേ? അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്താ പറഞ്ഞേ? അവിടെ ഇന്നലെ എന്താ ഉണ്ടായേ എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാ? കൽ വഹാം ക്യാ ഹുവാ താ, കൽ വഹാം ക്യാ ഹുവാ താ, ഇന്നലെ അവിടെ എന്താ പറ്റിയേ എന്നുള്ളതാണ്. ഇപ്പൊ ഫ്ലാറ്റിലോ അടുത്തുള്ള ഫ്ലാറ്റിലോ വീട്ടിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ചോദിച്ചതാ കേട്ടോ, ഇന്നലെ അവിടെ എന്താ പറ്റിയേ? ബഹുത് ആവാസ് ആ രാ താ, ബഹുത് ആവാസ്, വലിയ സൗണ്ട്, ഭയങ്കര സൗണ്ട് എന്നൊക്കെ പറയത്തില്ലയോ, ഭയങ്കര സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ബഹുത് ആവാസ് ആ രഹാ താ, ആ രാ താ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പൊ ആള് പറയാണ്, അവിടെ ഒരു ഭ്രാന്തം വന്നതാ. ഞാൻ ആ ഭ്രാന്തം എന്നുള്ള വാക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കുന്ന കേട്ടോ. ഭ്രാന്തം വന്നതാന്നുള്ളതിന് എങ്ങനെയാ പറയണേ? പാകൽ എന്നാ പറയാ അല്ലെ. പാകൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് കേട്ടോ. അപ്പൊ വഹായേക്ക് പാകൽ ആയാത്ത അങ്ങനെയാ പറയാ, അവിടെ ഒരു ഭ്രാന്തം വന്നതാ എന്ന് പറയും. അപ്പോഴും ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. അതല്ലെന്നുണ്ടെങ്കിൽ ആരെയും കള്ളു കുടിച്ചൊരു വഴക്കുണ്ടാക്കിയതാന്ന് പറയാം അല്ലെ. അതെങ്ങനെയാ പറയാ? വഹാം ഏക് ആത്മീ, ആത്മീ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാള് എന്ന് ഉദ്ദേശിച്ചതാ കേട്ടോ. ഏക് ആത്മീ പി കെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ഫിലിം നെയിം പറഞ്ഞില്ലായിരുന്നോ? പി കെ. പി കെ എന്ന് പറഞ്ഞ എന്താണ്? ഇതാണ് അല്ലെ, കള്ളു കുടിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ കള്ളു കുടിച്ചിട്ട് പി കെ ജഗട കർ രഹാ താ അല്ലെങ്കിൽ കർ രാ താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിടുകയായിരുന്നു. വഹായേക് ആത്മീ പി കെ ജഗട കർ രാ താ. ഓക്കെ, അവിടെ ഒരാള് വന്നിട്ട് കള്ളു കുടിച്ച് വഴക്കിട്ടതാണ് എന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നീട് അയാൾ പറയാണ്, പോലീസ് വന്നിരുന്നു എന്ന് പറയാം. എങ്ങനെ പറയാം? പോലീസ് വന്നിരുന്നു, പോലീസ് ആയേത്തെ, പോലീസ് ആയേത്തെ. പോലീസ് ആയേ ഥേ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അവിടെ പോലീസ് എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു അർത്ഥത്തിലുണ്ട്, ബഹുവചനാണ്. അപ്പൊ നമുക്ക് തേ പ്രയോഗിക്കാം. ഓക്കെ, പോലീസ് ആയേത്തെ, പോലീസ് വന്നിരുന്നു. അപ്പൊ ഈ വ്യക്തി പറയാ, ഞാൻ കണ്ടിരുന്നു. എങ്ങനെ പറയാ? മെനെ മെനെ ദേഖാ താ, ഞാൻ കണ്ടിരുന്നു. മെനെ ദേഖാ താ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ സെന്റൻസിലും എന്ത് വരുന്നുണ്ട്? ഈ തായും തേയും തീയുടെ ഒക്കെ പ്രയോഗം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോണം. ഇത് അറിയാതെ നമ്മൾ പറയേണ്ട കാര്യമാണ്. ഇത് ഗ്രാമർ ആയിട്ടൊന്നും പഠിച്ചു പറയേണ്ടതല്ല, അറിയാതെ ഇങ്ങനെ വന്നു പോകും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. മെനെ ദേഖാ താ, ഞാൻ കണ്ടിരുന്നു. മനസ്സിലായോ?
ഇനി ആള് ചോദിക്കാണ്, നീ ഇന്നലെ എവിടെയാ പോയിരുന്നേ? ഞാൻ ഇന്നലെ നിന്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ആളവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 2 സെന്റൻസ് ഉണ്ട്. ഇന്നലെ നീ എവിടെയാ പോയിരുന്നത് എങ്ങനെ ചോദിക്കുക? തും കൽ കഹാം ഗയേ ഥേ? ഗയേ ഥേ. ഇവിടെ ഒരു കാര്യം കൂടി പറയാട്ടോ. നമ്മള് പോവുക എന്ന് പറയുന്നതിന് ജാനാന്നാ പറയാ അല്ലെ. അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഗയ എന്നാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അത് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ ക്ലാസ്സിൽ ലാസ്റ്റ് പറയാട്ടോ, എനിക്ക് ഒരു കമന്റ് വന്നതാണ്. അപ്പൊ ഗയ എന്നാണ് പോയി എന്നതിനെ പറയണേ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താ ചോദിച്ചേ? നീ ഇന്നലെ എവിടെ പോയിരുന്നു? തും കൽ കഹാം ഗയേ ഥേ. ഇനി എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. मैं तुम्हारे घर आया था. मैं तुम्हारे घर आया था. ഇനി സ്ത്രീ ആണെങ്കിൽ ആയി തി എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ആള് പറയണേ, അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നീ വന്നിരുന്നു എന്ന് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. മനെ മുജിസെ കഹ, മനെ മുജിസെ കഹ അല്ലെങ്കിൽ കഹാത്ത, പറഞ്ഞിരുന്നു. ക്ലിയർ ആയോ? എന്തായിരുന്നു കാര്യം? ഞാൻ ഇന്നലെ നല്ല തിരക്കിലായിരുന്നു. മെങ്കൽ ബഹുത് വ്യസ്ത ഥാ. മെങ്കൽ ബഹുത് വ്യസ്ത ഥാ. ഞാൻ ഇന്നലെ നല്ല തിരക്കിലായിരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ മഗർ, ഒരു കമന്റ് ആയിരുന്നു മഗർ എന്നുള്ള വാക്ക് കേട്ടോ. മഗർ എന്ന് പറയുന്നത് ഞാൻ റിപ്ലൈ തരാൻ വിട്ടുപോയതായിരിക്കും കേട്ടോ. മഗർ എന്ന് പറയുന്നത് നമ്മൾ ഈ ലേക്കിൻ അതുപോലെ തന്നെ പർ എന്നൊക്കെ പറയത്തില്ലയോ? എന്താണ് അതിനർത്ഥം? ലേക്കിൻ, പക്ഷേ അല്ലെ. അപ്പൊ ആ ഒരു വാക്കിന്റെ ആ ഒരു സെയിം അർത്ഥം തന്നെയാണ് ഈ മഗർ എന്നുള്ള വാക്കിനും വരുന്നത്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ പറയാം, ആള് ചോദിക്കാണ്, നീ ഈ വെക്കേഷനിൽ കാശ്മീർ കറങ്ങാൻ പോകുന്നു പറഞ്ഞിരുന്നില്ലേ, എന്നാണ് പോകുന്നത് എന്ന് ചോദിക്കാന്ന് വിചാരിക്കട്ടെ. എന്താ ചോദിച്ചേ? നീ ഈ വെക്കേഷനില് കാശ്മീര് കറങ്ങാൻ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ. ചെറിയ സെന്റൻസ് ആട്ടോ. ഞാനിങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞപ്പോ വലുതായിട്ട് തോന്നുന്നതാണ്. നമ്മളിങ്ങനെ പറയില്ലേ, ഈ വെക്കേഷനിൽ എനിക്ക് അവിടെ കറങ്ങാൻ പോണം, ഇവിടെ കറങ്ങാൻ പോണം, അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ ചോദിക്കുന്നത്? തുമ്നെ കഹാത്താനാ, നീ പറഞ്ഞിരുന്നില്ലേ. തുമ്നെ കഹാത്താനാ, എന്താ പറഞ്ഞിരുന്നേ? ഇസ് ചുട്ടി പർ, ഇസ് ചുട്ടി പർ അല്ലെങ്കിൽ ചുട്ടി മേം എന്നൊക്കെ പറയും കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ പർ എന്നുള്ള അർത്ഥത്തിന് ലേക്കിൻ എന്നല്ല, പക്ഷേ എന്നല്ല കേട്ടോ. പർ എന്നിന് രണ്ടർത്ഥമുണ്ട്. പക്ഷേ എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇൽ എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, അതിന് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ചുട്ടി പർ, ഇസ് ചുട്ടി പർ കശ്മീർ ഘൂംനെ. ഘൂംന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുക. ജാരേ, ജാരേ എന്ന് പറഞ്ഞില്ലേ, നീ പോവാന്ന് പറഞ്ഞില്ലേ. കശ്മീർ ഘൂംനെ जा रहे हैं. ओके, तुमने कहा था ना इस छुट्टी पर कश्मीर घूमने जा रहे हैं. മനസ്സിലായ? കബ് ജാവോഗെ, എപ്പോൾ പോകും. കബ് ജാവോഗെ, എപ്പോൾ പോകും. മനസ്സിലായില്ലേ? അപ്പൊ ആള് പറയാണ് എന്തെന്ന്? പോകണം, പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്കാണ് ഈ മഗർ അല്ലെങ്കിൽ ലേക്കിൻ എന്ന് പറയുന്ന പോലെ തന്നെ. പോകണം, ജാനാ ഹെ, പോകണം, ജാനാ ഹെ. പക്ഷേ മഗർ മേരെ പാസ് പൈസ നെയ്യേ, പക്ഷെ എന്റെ കയ്യില് പൈസ ഇല്ല. അവിടെ ആ മഗറിന്റെ യൂസ് വന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിന്റെ റിപ്ലൈ തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ഇവിടെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. മഗർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ജാനാ ഹെ മഗർ മേരെ പാസ് പൈസ നെയ്യേ. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ നമുക്ക് ജോ വെച്ചിട്ടൊരു സെന്റൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോ എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞ കാര്യം, ആ കാര്യം നമ്മളിവിടെ പറയുന്നില്ലല്ലോ, അതെങ്ങനെയാ സൂചിപ്പിക്കുക? ജോ എന്ന വാക്ക് അല്ലെ. ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോ. ജോ മേനെ കഹാ താ, ഞാൻ പറഞ്ഞിരുന്നത് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ജോ മേനെ കഹാ താ വോ തുമ്നെ കിയാ ഹെ ക്യാ, കിയാ ഹെ ക്യാ. അവിടെ കിയാ ഹേ ക്യാ എന്നുള്ളതിന് പകരം ആ ക്യാ യൂസ് ചെയ്യാതെ നമുക്ക് സംസാരിക്കാം അല്ലെ. നമ്മുടെ ആക്ഷനിൽ അത് മനസ്സിലാവും. ജോ മേനെ കഹാ താ വോ തുമ്നെ കിയാ എന്ന് ചോദിച്ചാലും മതി. ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒരു ടോണിൽ ചോദിച്ചാലും മതി. ഓക്കെ, സംസാര ഭാഷയാകുമ്പോൾ പലതും കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളെ പറയത്തുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണ്ടേ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് മുഴുവൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. ജോ മേനെ കഹാതാ ഓ തുമ്നെ കിയാ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എന്താണോ ഞാൻ പറഞ്ഞ കാര്യം അത് നീ ചെയ്തോ. എന്താണോ പറഞ്ഞിരുന്നത് ആ പറഞ്ഞ കാര്യം ജോ. ഓക്കെ, ഇനി മറക്കരുത് കേട്ടോ ജോ എന്നുള്ള വാക്കിന്റെ യൂസ്. ഓക്കെ, ഇനി അതിന് മറുപടി എന്താണ്? ഓ മേനെ കിയാ, അത് ഞാൻ ചെയ്തു. ഓ മേനെ കിയ, ഇവിടെ മേനെ എന്ന് യൂസ് വരുന്നുണ്ട് അല്ലെ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോ മാമിന്റെ കൂടെ ഒരു നേ കൂടി പറയുന്നുണ്ട്. ആക്ച്വലി നെയ്ക്ക് ഒരു അർത്ഥം ഇല്ലേ സത്യം പറഞ്ഞാൽ കേട്ടോ. പക്ഷെ നമ്മള് അതിന്റെ കൂടെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുമ്പോ പറയുന്നതാ. ഇനിയിപ്പോ മേ കിയാന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അർത്ഥത്തിന് ഒരു മാറ്റമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മേനെ
കിയ. ഇനി ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെയാ പറയാ? അബ് തക് നഹി ഹുവ, അബി തക് അല്ലെങ്കിൽ അബ് തക് നഹി ഹുവ അല്ലെങ്കിൽ നഹി കിയ. ഇതുവരെ ചെയ്തിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന. ഇനി നമ്മൾ നോക്കിയിരുന്നു ചുക്ക വെച്ചിട്ട് സംസാരിക്കുന്ന അല്ലെ, ചുക്ക. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഞാൻ വരുന്നതിന് മുമ്പ് അവൻ പോയി കഴിഞ്ഞിരുന്നു. അവൻ പോയിരുന്നു എന്നല്ല പറയുന്നത്, പോയി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതാ. ഞാൻ വരുന്നതിന് മുമ്പ് അവൻ പോയി കഴിഞ്ഞിരുന്നു. എങ്ങനെയാ പറയുന്നത്? മേരെ ആനേസെ പെഹലെ. അവിടെ അതാണ് ഗ്രാമർ കേട്ടോ. മേ ആനേസെ പെഹലെ എന്നല്ല പറയാ, മേരെ ആനേസെ പെഹലെ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് അത് പറയാൻ പറ്റിയില്ല, മേ ആനേസെ പെഹലെ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മേരെ ആനേസെ പെഹലെ വോ ജാ ചുക്കാ താ, വോ ജാ ചുക്കാ താ, അവൻ പോയി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്ന. ഓക്കെ, അല്ലെങ്കിൽ അവളാണെങ്കിൽ വോ ജാ ചുക്കി തീ, അവൾ പോയി കഴിഞ്ഞിരുന്നു. മേരെ ആനേസെ പെഹലെ വോ ജാ ചുക്കാ താ, ഞാൻ വരുന്നതിന് മുമ്പ് അവൻ പോയി കഴിഞ്ഞിരുന്നു. ക്ലിയർ ആയോ? ഇനി അവൻ പോയിരുന്നു എന്ന് പറയാനാണെങ്കിലോ വോ ഗയാ താ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് സംസാരിക്കുമ്പോ ഈ ജാ ചുക്ക എന്നുള്ള വാക്കൊന്നും ഒരുപാടൊന്നും യൂസ് ചെയ്യില്ല നമ്മള്. കാരണം കുറെ അങ്ങോട്ട് ഫ്ലുവന്റ് ആയി കഴിയുമ്പോഴേ നമ്മൾ ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ എന്താണെന്നറിയോ, ഞാൻ വരുന്നതിന് മുമ്പ് അവൻ പോയിരുന്നു, വരെ അനേസെപ്പലെ ഓ ഗയാത്ത എന്നേ പറയുള്ളൂ. പക്ഷെ അതൊന്നും ഒരു മിസ്റ്റേക്ക് ആയിട്ട് വരില്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കും. ഓക്കെ, പക്ഷെ കുറച്ചുകൂടി ഫ്ലുവന്റ് ആവുമ്പോൾ നമുക്ക് ഇതൊക്കെ പ്രയോഗിക്കാനായിട്ട് ഒരു ഇഷ്ടം തോന്നും. ജാ ചുക്കാത്ത എന്നൊക്കെ പറയാനായിട്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും നിങ്ങൾ പ്രയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട. ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ ഒരു സെന്റൻസും കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് സെന്റൻസ് കേട്ടോ. നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ചെന്നപ്പോൾ, വന്നപ്പോൾ, അപ്പോൾ എന്നുള്ള വാക്ക് അല്ലെ, എന്താണ്? ജബ് തബ്. ഓർമ്മയുണ്ടോ? ഞാൻ ചെന്നപ്പോൾ, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. എങ്ങനെയാ പറയാ? ഇതൊന്നും ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോ. ഇനി നിങ്ങൾ സംസാരിക്കുമ്പോ ഇത് മറന്നു പോകരുത്. ജബ് മേ വഹാ ഗയാ ഥാ, ജബ് മേ വഹാ ഗയാ ഥാ. എന്താണ്? ഞാൻ അവിടെ ചെന്നപ്പോൾ, എപ്പോഴാണോ അപ്പോൾ. നമ്മൾ ആ ജോ പ്രയോഗിച്ചില്ലേ, അതുപോലെ തന്നെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് ജബ്. ജോ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ അല്ലെ, നമ്മൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയാണോ അതിനെ സൂചിപ്പിക്കാൻ. ജബ് എന്ന് പറയുന്നത് നമ്മൾ ആ ചെന്ന ഒരു സമയത്തെ എപ്പോഴാണോ അത് സൂചിപ്പിക്കാൻ. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ജബ് മേ വഹാ ഗയാ ഥാ, എപ്പോഴാണോ ഞാൻ അവിടെ പോയിരുന്നത്. തബ് അപ്പോൾ. ക്ലിയർ ആയോ? തബ് വോ സോ രഹാ ഥാ, അവൻ ഉറങ്ങുകയായിരുന്നു. ജമേ വഹാ ഗയാ ഥാ തബ് വോ സോ രഹാ ഥാ. ക്ലിയർ ആയോ? അതുപോലെ തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് പറയാം കേട്ടോ. ഞാൻ ഓഫീസിലായിരുന്നപ്പോ അവന്റെ ഫോൺ വന്നിരുന്നു എന്ന് പറയത്തില്ല, ഈ സെയിം സെന്റൻസ് തന്നെയാ. ഞാൻ ഓഫീസിലായിരുന്നപ്പോൾ, അപ്പോൾ അവന്റെ ഫോൺ വന്നിരുന്നു. ഓക്കെ, ജബ് മേ ഓഫീസ് മേ ഥാ തബ് ഉൻകാ ഫോൺ ആയാ ഥാ. ജബ് മേ ഓഫീസ് മേ ഥാ തബ് ഉൻകാ ഫോൺ ആയാ ഥാ. ക്ലിയർ ആയോ? ഒരുപാട് സെന്റൻസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങളാണ്. റിവിഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ പോലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ തരാം കേട്ടോ. അവൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവനോ അവളോ? ഓക്കെ, അവൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഹിന്ദി ഒന്ന് വിട്ടേ കേട്ടോ. അതുപോലെ തന്നെ ഒരു കമന്റ് കൂടി പറയാം കേട്ടോ. ഒരു കമന്റ് അല്ല, പ്രത്യേകമായിട്ട് പറയാണ്. ഞാൻ 2-3 ദിവസമായിട്ട് ഈ കമന്റ് വന്നിട്ട് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നില്ല. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് കണ്ടിന്യൂ ആയിട്ട് എനിക്ക് കമന്റ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് കാണുന്നുണ്ട്, എനിക്കറിയാം. അപ്പൊ ഈ ഒരു കമന്റ് ഇത്രയും ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ആൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്റെ ക്ലാസ് കണ്ടിട്ടാണോ ഇത്രയ്ക്ക് ആയെന്ന് എനിക്കറിയില്ല. എന്നാലും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ മതി, ധാരാളമാണ്. ഇനി വേണ്ടത് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ വേണ്ടത്. അപ്പൊ ഞാൻ കമന്റ് വായിക്കാം. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത് ഇതാട്ടോ, താങ്കൾ പോയോ? നിങ്ങളൊന്ന് ആൻസർ ചെയ്തോ കേട്ടോ. താങ്കൾ പോയോ എന്ന് ചോദിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പോയി എന്ന് പറയാനായിട്ട് ഗയ എന്നാണ് കേട്ടോ. അപ്പൊ ചെയ്തിട്ടുണ്ട്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. ജായ എന്നുണ്ട്, അങ്ങനെ ഒരു വാക്കില്ല. ഗയ എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ആ ഗയയ്ക്ക എന്ന് ചോദിച്ചാൽ മതി. ആ ഗയയ്ക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോയോ. അവിടെ ആപ്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ആപ്കെ എന്നുള്ള വാക്കില്ല. താങ്കൾ എന്ന് പറയാനായിട്ട് ആപ്പ് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. അവിടെ അല്ലാതെ ആപ്കെന്നോ ആപ്കാന്നോ ആപ്കീന്നോ ഒന്നും യൂസ് ചെയ്യണ്ട. ഓക്കെ, ഒന്ന് മനസ്സിലിരുത്തി വെക്കുക. താങ്കൾ എന്ന് പറയുമ്പോൾ ആപ്പ് എന്ന് മാത്രം. ഓക്കെ, ആ ഗയയ്ക്ക, താങ്കൾ പോയോ എന്ന് ചോദിച്ചതാ. അടുത്തത്, താങ്കൾക്ക് ഇത് തീർച്ചയായും ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ്. ആപ് യേ
ജരൂർ കർ സക്തേ ഹോ. അവിടെയും ഒരു ഇത് വന്നിട്ടുണ്ട്, ആപ്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്നില്ല കേട്ടോ. ആപ്പ് എന്ന് പറഞ്ഞാൽ മതി. അത് ആ സക്തായുടെ ഒരു രൂപമാണ് ആപ്പ് എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ആപ്കോ, താങ്കൾക്ക് എന്ന് പറയാം. ആപ്കോ എന്നുള്ള വാക്കാണ് താങ്കൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആപ്കോ എന്ന് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ആപ്പ് എന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ആപ്പിയെ ജറൂർ കർ സക്തേ ഹോ. അത് ക്ലിയർ ആണ്. അവിടെ ആപ്കി എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. ക്ലിയർ ആയില്ലേ? അടുത്തത്, താങ്കൾ ഏത് അമ്പലത്തിലാണ് പോയിരുന്നത്? താങ്കൾ ഏത് അമ്പലത്തിലാണ് പോയിരുന്നത്? പോയിരുന്നത് ഗയേ ഥേ. മനസ്സിലായോ? ആപ് കോൻസെ മന്ദിർ മേ ഗയേ ഥേ. കോൻസെ മന്ദിർ മേ, ഏത് അമ്പലത്തിലാണ്? അവിടെ നിങ്ങൾ കോൻസ, കോൻസി എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല, അർത്ഥം മാറുന്നില്ല. അത് സ്ത്രീലിംഗം പുല്ലിംഗം മാത്രം നോക്കി വെക്കുന്നതല്ലേ. പക്ഷെ ഗയേ ഥേ എന്നാണ് ചോദിക്കേണ്ടത് കേട്ടോ. ആപ് കോൻസെ, അവിടെ താങ്കൾ എന്ന് ഉപയോഗിക്കാൻ ആപ്പ് മാത്രം മതി. ആപ് കോൻസെ മന്ദിർ മേ ഗയേ ഥേ. താങ്കൾ ഏത് അമ്പലത്തിലാണ് പോയിരുന്നത്? ക്ലിയർ ആയോ? അവിടെ ആപ്കോ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ആപ്കോന്റെ ആവശ്യമില്ല. ആപ്കോന്റെ അർത്ഥം എന്താ? താങ്കൾക്ക്. ഓക്കെ, ആപ്കോ ചാഹിയേക്കാ, താങ്കൾക്ക് വേണമോ? അവിടെയാണ് ആപ്കോ എന്നുള്ള വാക്കിന് യൂസ് വരുന്നത് കേട്ടോ. ആപ്പ് എന്ന് പറയുമ്പോ താങ്കൾ, താങ്കൾക്ക് ആപ്കോ. മനസ്സിലായോ? ഇനി താങ്കളെ എന്ന് പറയാനായിട്ട്, താങ്കളെ കാണാൻ വന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആപ്സെ, ആപ്സെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും എനിക്ക് വേണം. ആപ്സെ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആപ്സെ, അതിപ്പോ നമ്മൾ യൂസ് ചെയ്യണ്ട. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ആപ്പ് എന്ന് പറയുമ്പോ താങ്കളും, ആപ്കോ എന്ന് പറയുമ്പോ താങ്കൾക്കും. ഇനി ആപ്ക എന്ന് പറയുമ്പോ താങ്കളുടെ. ഏ ആപ്ക ഹേ എന്ന് പറഞ്ഞാൽ ഇത് താങ്കളുടെയാണ്. അവിടെ ആപ്ക പറയാം, ആപ്കെ പറയാം, ആപ്കി പറയാം. ഇത് മൂന്നും ഒരേ അർത്ഥമാണ് കേട്ടോ. ഈ മൂന്നും മാറി മാറി നിങ്ങൾ ചിന്തിക്കേണ്ട, ഒരേ അർത്ഥമാണ്. ഇപ്പുറത്ത് വരുന്ന വാക്കിന്റെ സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ നോക്കിയിട്ടാണ് ആപ്കി വെക്കണോ, ആപ്ക വെക്കണോ, ആപ്കെ വെക്കണോ എന്ന് നോക്കുന്നത്. അപ്പൊ അതിലൊരെണ്ണം പഠിച്ചാൽ മതി, ആപ്ക, താങ്കളുടെ. ഓക്കെ, ഇനി ഇത് തെറ്റിക്കരുത് കേട്ടോ. ആപ്പ്, ആപ്ക, ആപ്കോ. ഓക്കെ, ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എങ്ങനെയാ പറയണ്ടേ? ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ആജ് മുझे ഹോസ്പിറ്റൽ ജാനാ ഹേ. ഇവിടെയാണ് മിസ്റ്റേക്ക് വരുത്തിയിരിക്കണേ കേട്ടോ. പറഞ്ഞിരിക്കുന്ന ആള് ജാത്താ ഹേ എന്നാ പറഞ്ഞ, അതല്ല വേണ്ടേ, ജാനാ ഹേ. നമ്മൾ ആ വെർബിന്റെ കൂടെ ഹേ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നം, ചെയ്യണം, ചെയ്യണം, ചെയ്യണം എന്നുള്ള വാക്കായി. ജാനാ ഹേ പോകണം, ആനാ ഹേ വരണം, ഖാനാ ഹേ കഴിക്കണം, ഖേൽനാ ഹേ കളിക്കണം, നഹാനാ ഹേ കുളിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി തെറ്റിക്കരുത്. ആജ് മുझे ഹോസ്പിറ്റൽ ജാനാ ഹേ. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എന്ത് വന്നാലും ഇത്രയും ട്രൈ ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. എത്ര വേണമെങ്കിലും സെന്റൻസസ് അയച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. ഇനി ഡയറക്റ്റ് അയച്ചാൽ മതി, ഞാൻ ഡയറക്റ്റ് അയക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. എന്നും പറഞ്ഞ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മറന്നു പോരുത് കേട്ടോ. പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.